തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അനുശോചനം രേഖപ്പെടുത്തി വേങ്ങരയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാഥയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. വേങ്ങര താഴെ അങ്ങാടിയിൽ നിന്ന് തുടങ്ങിയ മൗനജാഥ നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുശോചന സമ്മേളനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VP റഷീദ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി KT അലവിക്കുട്ടി, മണ്ഡലം ലീഗ് സെക്രട്ടറി PK അലി അക്ബർ, CPI നേതാവ് KK സലാഹുദ്ദീൻ, ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പറമ്പിൽ ഖാദർ, INL പ്രതിനിധി തയ്യിൽ ഹംസ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് P അസീസ് ഹാജി, KPCC അംഗം PA ചെറിയത്, AK നസീർ, K രാധാകൃഷ്ണൻ മാസ്റ്റർ, KC മുരളി എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഈ 2024 നിർദ്ദേശിക്കുമ്പോൾ പുറകോട്ട് നോക്കിയാൽ 47 വരെ എല്ലാവരും ഒന്നിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ബ്രിട്ടീഷുകാരനെ വായിപ്പിച്ച് സ്വാതന്ത്ര്യം വേണ്ടി ഒത്തൊരുമിച്ച് പോരാടിയുള്ള ചരിത്രമാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വതന്ത്ര ഇന്ത്യ എങ്ങനെ പോകണമെന്ന് ബോംബെയിൽ വെച്ചുകൊണ്ട് ഒരു സമ്മേളനം നടന്നു. 3 വാദങ്ങളാണ് ഉയർന്നു വന്നത്. ഒന്ന്, മഹാത്മാജിയുടെ അനുയായികളടക്കമുള്ള ആളുകൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നും, MN റായി തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ കാർഷിക പരിഷ്കരണമടക്കമുള്ള പ്രവർത്തനങ്ങളിൽ ഊന്നിയാണ് പോകേണ്ടതെന്നും, മറ്റൊരു വിഭാഗം ബിർളയെ പോലെ ടാറ്റയെ പോലുള്ള വ്യവസായ പ്രമുഖന്മാർ പൊതുമേഖല ശക്തിപ്പെടുത്തി മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന വാദമാണ് ഉയർത്തിയത്. മൂന്നാമത് പറഞ്ഞ വാദമാണ് അംഗീകരിക്കപ്പെട്ട് 47 ശേഷം ഇന്ത്യയിൽ നടപ്പാക്കിയത്. ഒട്ടേറെ പൊതുമേഖലാ സ്ഥാപനം ഉയർന്നു വന്നു, കാർഷിക മേഖല വളർച്ചയുണ്ടായി. ആ രൂപത്തിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് രണ്ടാമതൊരു ടേണിംഗ് പോയിന്റ് വരികയാണ് 1980-90 ലോകരാഷ്ട്രീയത്തിൽ സോഷ്യലിസ്റ്റ് ചേരിയുടെ അപജയം, അമേരിക്കൻ ചേരിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന മേധാവിത്വം. നാം മനസ്സിലാക്കേണ്ടത് 1991 TB നരസിംഹറാവു ഗവൺമെന്റിലാണ് അദ്ദേഹം ഒരു ധനകാര്യ മന്ത്രിയായി വന്നിരുന്നത്. കേട്ടറിവുള്ളതുപോലെ അദ്ദേഹം കേളികേട്ട ഒരു രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം ലോകത്തിൻ്റെ പല രാജ്യങ്ങൾക്കും സാമ്പത്തിക ഉപദേശം നൽകിയ വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ഒരു പക്ഷേ 89-ലും 47 മുതൽ സ്വീകരിക്കുന്ന നിലപാട് മാത്രം പോരാ, ഗ്ലോബൽ വില്ലേജ് എന്ന രൂപത്തിൽ തന്നെ അതിൽ ഇന്ത്യ ഭാഗമാക്കാമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിക്കുകയും ആ പ്രക്രിയ നടപ്പാക്കാൻ അതിന് കത്തിത്തരങ്ങൾ നിലയിൽ 2004 UPA ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ സ്വാഭാവികമായി സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നാണ് പ്രതീക്ഷയെങ്കിലും ശ്രീമതി സോണിയാഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച് അന്ന് വരെ രാഷ്ട്രീയ രംഗത്തില്ലാതിരുന്ന ഷാപ്പംബേറി ഭരണം ഏറ്റെടുക്കേണ്ടി വന്ന 91 ഗവൺമെന്റ് ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ, നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് അന്ന് പരിതാപകരമായിരുന്നു. സ്വാഭാവികമായി നമുക്കുണ്ടാവേണ്ട റിസർവ് ഗോൾഡ് അടക്കം ലണ്ടനിൽ പണയം വെച്ച സമയത്താണ് അദ്ദേഹം ധനകാര്യമന്ത്രിയായി വരുന്നത്. അന്ന് ആ ധനകാര്യമന്ത്രി ആയിരുന്നില്ല എന്ന് വെച്ചോളൂ, ഇന്ന് കാണുന്ന രൂപത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. ഇത് ഞാൻ പറയുന്നതല്ല, ലോകത്തെ അതിവിദഗ്ധരായ സാമ്പത്തിക ശാസ്ത്രജ്ഞരടക്കം പറയുന്നതാണ്.
നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നല്ല വാക്കുകളോട് പറഞ്ഞു. എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിനുള്ളിൽ ഞാൻ പറയുക. അദ്ദേഹം ചെയ്തു വെച്ച ഒരുപാട് നല്ല കാര്യങ്ങൾ, അതായത് തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ കാര്യങ്ങൾ ഒക്കെ ഇവിടെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം നടത്തി വരുത്തിയ മറ്റൊരു കാര്യമായിരുന്നു ഒന്ന് ആഗോളവൽക്കരണം, അതായത് ഇപ്പോഴത്തെ ഗ്ലോബലൈസേഷൻ, അതായത് ലോകമൊന്നായിട്ടുള്ള ആ ചെക്ക് പോസ്റ്റ് എടുത്തു മാറ്റിയത്. അത് വരുന്നതിന് മുമ്പുള്ളൊരു സംഭവം ഞാൻ പറയാം. വേങ്ങരയിൽ ഒരു കാൽക്കുലേറ്റർ വാങ്ങി അത് പീടികയിൽ അവിടെ ഉണ്ടെങ്കിൽ അത് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ഉദ്യോഗസ്ഥർ അത് വിദേശമാണെങ്കിൽ അത് എടുത്തു കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഫൈൻ അടക്കുകയോ ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അംബാസഡർ കാറില്ലാത്തൊരു കാറോ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പുള്ള പഴയ കാറുകളായ പല മോറിസ് മൈനർ പോലുള്ള കാറുകളും ഇമ്പായും കുറച്ച് പ്ലൈബത്ത് പഴയ കാറുകളും മാത്രമുള്ള കാലഘട്ടത്തിൽ നിന്ന് മാറി ഇവിടെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കാറുകളൊക്കെ വന്നത്, നമ്മൾക്ക് ഇന്ന് കാണുന്ന എല്ലാ സൗകര്യങ്ങളും വന്നത്, ലോകത്തുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ കിട്ടാൻ സാധിച്ചത് മൻമോഹൻ സിംഗിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ ഉണ്ടായ ആ തീരുമാനത്തിൽ നിന്നാണ്. നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടിയാണ് നാം ഇവിടെ ചേർന്നിട്ടുള്ളത്. ഡോക്ടർ മൻമോഹൻ സിംഗിനെ പറ്റി പറയുമ്പോൾ വളരെ എളിമയിൽ നിന്നും രാഷ്ട്രത്തിൻ്റെ 13ാമത് പ്രധാനമന്ത്രിയായി വരെ ഉയർന്ന മൻമോഹൻ പല മേഖലയിലൂടെയും കടന്നുപോയിട്ടുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയിലാണ് അദ്ദേഹത്തിന് പഠനത്തിലും മറ്റു പ്രവർത്തനത്തിലുമെല്ലാം മുന്നിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് കേരളത്തിൽ ചെറിയൊരു ക്രൈസിസ് വന്നപ്പോൾ കേരളത്തിലെ ഫൈനാൻസ് സെക്രട്ടറി ഡൽഹിയിൽ ചെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾ കേരളത്തിലെ കുറച്ച് ക്രൈസിസിലാണുള്ളത്, ഞങ്ങൾക്ക് കുറച്ച് പണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മറുത്തൊന്നും പറയാതെ 50 കോടി. പക്ഷേ അടുത്ത വർഷം ഈ ഫൈനാൻസ് സെക്രട്ടറി വീണ്ടും ഡൽഹിയിൽ ചെന്ന് അന്ന് പുതുതായി ചാർജ് എടുത്ത റവന്യൂ സെക്രട്ടറി ആർ കെ സിംഗിനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് പണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഫൈനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഓണം മറ്റുള്ള ആഘോഷങ്ങളൊക്കെ വരാൻ പോവുകയാണ്, അവർക്ക് പണത്തിന് ആവശ്യം ഉണ്ടാവും, അത് അനുഭവം. ന്യൂസ് ബ്യൂറോ വേങ്ങര.